എന്തായാലും ഒരു മാതൃകയായ വിധിയായിട്ട് തന്നെ താങ്കൾ കാണുകയാണ്. ഇപ്പോൾ സജിൻ എന്ന് പറയുന്നത് ഷാരോൺ രാജിന്റെ വളരെ അടുത്ത ബന്ധുവാണ്. സജിൻ, എന്താണ് ഈ വിധി വന്നതിന് ശേഷം തോന്നിയത്? നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധിയായിരുന്നോ? വധശിക്ഷ കിട്ടണം എന്ന് പറയുമ്പോഴും ഇങ്ങനെ ഒരു വിധി പ്രതീക്ഷിച്ചിരുന്നോ? യഥാർത്ഥത്തിൽ സജിനും ഷാരോണുമായുള്ള ആ അടുപ്പം എങ്ങനെയായിരുന്നു? അതുകൂടെ പറയും. ഞാനും ചേട്ടനും കുഞ്ഞുങ്ങൾ മുതൽ ജനിച്ചപ്പോൾ മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. എൻ്റെ ചേട്ടനാണ്. എന്താ പറയുക, ഇവരുടെ ഈ സ്നേഹത്തിലായാലും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഇവിടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെല്ലാം എനിക്കറിയാം. പിന്നെ ഈ ഒരു ജഡ്ജിമെന്റിൽ ഞങ്ങൾ സംതൃപ്തരാണ്. കാരണം നമ്മൾ ആഗ്രഹിച്ചതും ഇതാണ്. ഈ ഒരു എന്താ പറയുക, ഈ ജഡ്ജിമെന്റിൽ നമ്മൾ ഒരുപാട് സംതൃപ്തരാണ്. പിന്നെ ഇതിനു മുമ്പ് സംസാരിച്ച ഒരു സാറുണ്ടായിരുന്നു. പുള്ളി എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല ഈ കേസിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ പുള്ളി പറഞ്ഞത് തികച്ചും ഞാൻ തള്ളിക്കളയാണ്. കാരണം ഈ കേസിൽ ഉടനീളം നടന്ന ഞങ്ങൾക്ക് മനസ്സിലായി, ഗ്രീഷ്മ എന്ന് പറയുന്നത് അതൊരു മനുഷ്യനല്ല, അത് എന്ത് ഗണത്തിൽപ്പെടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് മാത്രമല്ല, എന്താ പറയാ, ചേട്ടനെ സ്നേഹത്തിനാണ് അവൾ വിഷം കലർത്തി കൊടുത്ത് നശിപ്പിച്ചത്. എന്ത് പറയണമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഡിബേറ്റിൽ നിന്ന് പോവുകയാണ്. കാരണം ഇതിനു മുമ്പ് സംസാരിച്ച സാറിന്റെ വാക്കുകളൊന്നും എനിക്കിനി കേൾക്കാൻ താല്പര്യമില്ല. താങ്ക് യു. ശരി, ജസ്റ്റിസ് കെമാൽ പാഷ, വൈകാരികമായ രീതിയിൽ തന്നെ അവർ എന്തായാലും പ്രതികരിക്കും. കാരണം അവരത് ഈ വധശിക്ഷയിൽ കുറഞ്ഞൊന്നും അവർ ആഗ്രഹിക്കുകയില്ല. അത് അഡീഷണൽ സെഷൻ ജഡ്ജിക്ക് അത് ബോധ്യമാവുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ അപൂർവങ്ങളായി മാറിയതും. പക്ഷേ എതിരഭിപ്രായങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ താങ്കൾക്ക് തന്നെ താങ്കളുടെ ഒരു മൈൻഡിൽ അങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അതാ ഞാൻ പറഞ്ഞത്. അതെ, ഈ എല്ലാ കൊലപാതകങ്ങളും ബ്രൂട്ടലാണ്. എല്ലാം കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ചെറിയ കൊലപാതകം നമുക്ക് പറയാൻ ഒക്കത്തില്ല. എല്ലാ കൊലപാതകങ്ങളും ബ്രൂട്ടലാണ്. പക്ഷേ എല്ലാ കൊലപാതകങ്ങൾക്കും നമുക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ചിലതിന് കൊടുക്കാൻ പറ്റും, ചിലതിന് കൊടുക്കാൻ പറ്റുകയില്ല. ആ കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ റെയറസ്റ്റ് റെയറായിരിക്കണം. അതിനകത്ത് ആ രീതിയിലുള്ള കേസിനെ കൊടുക്കാൻ ഒക്കുള്ളൂ. ഇവിടെ നേരത്തെ ഇല്ല കുട്ടി ഇരുന്ന് 142 ഒക്കെ പറഞ്ഞു. ആർട്ടിക്കിൾ 142 എന്നൊക്കെ പറയുന്നത് സുപ്രീം കോർട്ടിൻ്റെ പ്ലീനറി പവേഴ്സാണ്. ഇതുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള കാര്യമല്ല. അത് മജിസ്ട്രേറ്റ് കോടതിക്കോ അല്ലെങ്കിൽ സെഷൻസ് കോടതിക്കോ ഹൈക്കോടതിക്കോ പോലും ഉള്ള പവറൊന്നും അല്ലത്. അത് പോയിക്കോട്ടെ. പക്ഷേ ഇതിനകത്ത് പ്രശ്നം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കൊലപാതകത്തെ ന്യായീകരിക്കല്ല ഞാൻ ചെയ്യുന്നത്. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഉണ്ടോ എന്ന് നോക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരാളുടെ ഒരു പ്രത്യേക കോർണറിലേക്ക് തള്ളിക്കൊണ്ടുപോയി, വേറെ മാർഗമൊന്നുമില്ല. പിന്നെ അതെന്തുകൊണ്ട് പോലീസ് റിപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അന്നേരം ഇയാൾ ഈ വീഡിയോ എടുത്ത് പുറത്തിടും. ഈ കുട്ടിക്ക് പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റുമോ? വലിയ പ്രശ്നമുണ്ടതിന്. നമ്മൾ അതും ചിന്തിക്കേണ്ടതാണ്. അല്ലാതെ ഞാൻ ഇതിനകത്ത് ന്യായീകരിച്ചൊന്നുമല്ല. ഈ കൊലപാതകം നടത്തിയത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞതല്ല. അത് പ്രീ മെഡിറ്റേറ്റഡ് ആണ്, പ്രീ പ്ലാൻഡ് ആണ് എന്ന് തന്നെയാണ് ഇനി ഞാൻ കാണുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു കേസ് ഒരിക്കലും റെയറുമില്ല. ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്, നോക്കണം. ആ നോക്കാനുള്ളതൊക്കെ ഇതിൽ നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്, ഇത് പറയുമ്പോൾ ഇതിനെ എതിർക്കുന്ന ഒരുപാട് പേര് കാണും. ഐ ഡോണ്ട് കെയർ. കാരണം ഇത് എനിക്കറിയാവുന്ന നിയമമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് നിയമജ്ഞനൊക്കെ പറയട്ടെ എങ്ങനെയാണെന്ന്, നമുക്ക് കേൾക്കാമല്ലോ. അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് പെട്ടെന്ന് തോന്നും, ആളുകൾ ഇമ്പൾസീവായിട്ട് അങ്ങ് പ്രതികരിക്കും. അവൾക്കിത് തന്നെ കിട്ടണം. അതെന്താ കാര്യം? അത് നമ്മൾ നോക്കണം. ഇവിടെ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോ? എത്രയോ പെൺകുട്ടികൾ ഓരോരുത്തന്മാരുടെ കൈ കൊണ്ട് കൊല്ലപ്പെടുന്നു. ഒരുത്തൻ പാറ്റ്നായി പോയി തോക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരു പെൺകുട്ടിയെ വെടിവെച്ച് കൊന്നു. നമ്മൾ കണ്ടാണ് ഒരു പ്രൊഫഷണൽ കോളേജിൽ. അതേപോലെ വേറൊരുത്തൻ കയറി വെട്ടിക്കൊന്നു. ഇതെന്താ? അവന് പ്രേമിക്കും, പക്ഷേ പെണ്ണിന് വേണ്ട, സമ്മതിക്കത്തില്ല, വിടത്തില്ല, പുറകെ നടന്ന് കൊല്ലും. ഒരെണ്ണത്തിന് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു, നമ്മൾ കണ്ട്. ഇതിനകത്തൊക്കെ നമ്മൾ എന്താ ഇവന്മാരെ എന്തുകൊണ്ട് നമ്മൾ ഇത് പറയുന്നില്ല? പക്ഷേ ഇതിനകത്ത് കാര്യം കൂടിയുണ്ട് ജസ്റ്റിസ് കെമാൽ പാഷ. ഒരു പെൺകുട്ടി ശിക്ഷിക്കാൻ പാടില്ല എന്നില്ല. അത് മാത്രമല്ല, അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ തന്നെ ഇതിപ്പോൾ ഷാരോൺ രാജുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ മറ്റു ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അതും ഇപ്പോൾ ഈ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയേനെ, ജീവിതം തകർത്തേനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിഫൻസ് തീർക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഒരു സ്ത്രീ എന്ന പരിഗണന കിട്ടാതെ ഇവർക്കെതിരെ ശിക്ഷ വിധിച്ചു എന്ന് പറയുന്നത് വേറെ ആളുകളുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ ഇത് ഈ പരസ്യമായിട്ട് കോടതിയിൽ വെച്ച പെൺകുട്ടിയെ അവഹേളിച്ചായിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വല്ല കാര്യമുള്ളതാണോ? അതിന് ചിലപ്പോൾ അതിനെന്താ പെൺകുട്ടിക്ക് അതിനെന്താ ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടായി, അതിന് മറ്റ് വേറെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നൊക്കെ പറയുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എവിഡൻസ് ഇല്ലാതെ ഒരു പെൺകുട്ടിയെക്കുറിച്ച് അത് പറയരുത്.
അതിനെ ക്രിമിനൽ കേസ് ശിക്ഷിച്ചു, അത് ശരിയാണ്. കൊലക്കേസ് ശിക്ഷിച്ചു, വധശിക്ഷയ്ക്ക് വിധിച്ചു, അതിലും വലിയൊരു ശിക്ഷ അതിന് കൊടുക്കാനില്ല. ഇനി അതിന്റെ പുറത്ത് ബാക്കി നമ്മളതിന്റെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. വെരി സോറി. അതാണ് എനിക്ക് അതൊക്കെ അതാ പറഞ്ഞ ജഡ്ജ്മെൻ്റ് എഴുതി വെക്കാൻ പാടുണ്ടോ? ആലോചിക്കുകയാണ്. ഇത് ആലോചിക്കണ്ടേ? ഇതൊക്കെ ജഡ്ജ്മെൻറ്റിൽ എഴുതി വെക്കാൻ പാടുള്ള കാര്യമാണോ? വേറെ ബാക്കി അവിടെ നടന്നേക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച്. അത് ബാക്കി എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അത് ഇവിടെ ഒരുപാട് പത്രക്കാരുമൊക്കെ വന്നു, അവർക്ക് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു കേട്ടതാണ്, ഞാൻ കണ്ടില്ല. അതായത് ഇതിപ്പോൾ നേരത്തെ ഇവിടെ വന്ന ഒരു റിപ്പോർട്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം, അയാൾ അവിടെ പേഴ്സണലി പ്രസൻ്റ് ആയിരുന്നു ആ കോടതിയിൽ. പറഞ്ഞ ഒരു കാര്യം ഞാൻ കേട്ട ഉള്ളതാണോന്ന് എനിക്കറിയില്ല. സബ്ജക്റ്റ് കറക്ഷൻ, അല്ലെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ആ കോടതിയിൽ ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് ഈ ഷാരോണിൻ്റെ അമ്മയും അച്ഛനെയും സഹോദരനെയും വിളിച്ച് വരുത്തി ഈ കൂട്ടി നിൽക്കുമ്പോൾ, എന്നിട്ട് വിളിച്ച് വരുത്തിയിട്ട് അവസാനം ചോദിച്ചു തൃപ്തിയായോ, എന്തോ സന്തോഷമായോ എന്ന്. ഇതൊക്കെ ചോദിക്കാൻ പാടുള്ള ഒരു കോടതിയിലാണോ ഇതൊക്കെ നടക്കേണ്ടത്? നോ, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് കറക്റ്റ്. അതൊന്നും ഒരു കോടതിയിൽ നടക്കേണ്ട കാര്യമായിട്ട് ഞാൻ പരിഗണിക്കുന്നില്ല, കാണുന്നില്ല. അത് തെറ്റാണ്. കാരണം ഒരു ജഡ്ജി ഒരിക്കലും ഈ വാദിയുടെ ഷൂസിനകത്തേക്ക് കയറാൻ പാടില്ല. അതിൻ്റെ കാര്യമില്ല. കാരണം നമ്മുടെ സ്വന്തം കേസല്ല നടക്കുന്നത്, വേറെ ആളുകളുടെ കേസാണ്. അതിനകത്ത് നമുക്കൊരു ഒരു നോഷൻ ഇതൊന്നും വരാൻ പാടില്ല. വളരെ സ്വതന്ത്രമായ മൈൻഡായിരിക്കണം. ഇങ്ങനെയൊക്കെ നടന്നെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി അപ്പോൾ ഇത് കേട്ടിട്ട്. പിന്നെ ഇത് ആ കുടുംബത്തിന് അയാളെ ഒരാളെ നഷ്ടപ്പെട്ടു, ശരിയാണ്, അവർക്ക് വേദന കാണും. അങ്ങനെ ഏത് മരണത്തിനും അവരെ ആഗ്രഹിക്കും ഇത് അവനെ തൂക്കിക്കൊല്ലണമെന്ന്. ഇപ്പം നമ്മൾ RG കാറിൻ്റെ നമ്മൾ കണ്ടല്ലോ, യഥാർത്ഥത്തിൽ അത് ഈ തൂക്കിക്കൊല കൊടുക്കേണ്ട കേസല്ലേ, വധശിക്ഷ കൊടുക്കേണ്ടതാണ്. അതില്ലല്ലോ, അത് തെറ്റ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഇത് പര്യാപ്തമായ ഒരു കേസായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ വ്യൂ ആയി പറയുന്നത്. താങ്കളുടെ നിലപാട് എന്താണ്? ശ്രീ എം ആർ അഭിലാഷ്